നമസ്കാരം, എല്ലാവർക്കും റീഷാർഡ് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്, ഈ ആഴ്ചയിലെ കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫെയർ ചോദ്യങ്ങളെല്ലാം, പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2025 ആദ്യ ഖോ ലോകകപ്പിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹി. 2025 ആദ്യ ഖോ ലോകകപ്പിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹി. DRDO തദ്ദേശീയമായി വികസിപ്പിക്കുകയും വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്ത മൂന്നാം തലമുറ ടാങ്കുവേദ മിസൈൽ നാഗ് MK2. DRDO തദ്ദേശീയമായി വികസിപ്പിക്കുകയും വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്ത മൂന്നാം തലമുറ ടാങ്കുവേദ മിസൈൽ നാഗ് MK2. ശത്രു ഡ്രോണുകളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത് ഈയിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ സംവിധാനം ഭാർഗവാസ്ത്ര മൈക്രോ മിസൈൽ സംവിധാനമാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മൈക്രോ മിസൈൽ സംവിധാനമാണ്. അപൂർവ ധാതുക്കളുടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഖനനത്തിനായി ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് അഥവാ EKM വികസിപ്പിച്ച രാജ്യം ചൈന. അപൂർവ ധാതുക്കളുടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഖനനത്തിനായി ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് വികസിപ്പിച്ച രാജ്യം ചൈന. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ പ്രക്ഷേപണത്തിനായി UP സർക്കാർ ആരംഭിച്ച FM ചാനൽ കുംഭവാണി എന്നതാണ് UP സർക്കാർ ആരംഭിച്ച FM ചാനൽ, മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പ്രക്ഷേപണത്തിനായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തുന്നത് പ്രബോവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ് അദ്ദേഹം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജഡ്ജിയായ നവാഫ് സലാം ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയായാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്? ലെബനൻ്റെ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നവാഫ് സലാം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിയായിരുന്നു. 2025 ജനുവരി 15 ഇന്ത്യൻ നാവികസേനയിൽ പുതുതായി ഉൾപ്പെടുത്തിയ തദ്ദേശീയമായി വികസിപ്പിച്ച 3 കപ്പലുകൾ ഏതെല്ലാം? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. ബംഗളൂരു ആസ്ഥാനമായുള്ള ഏതു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് 3 ഹൈ റെസല്യൂഷൻ ഹൈപ്പർ സ്പെക്ട്രൽ ഉപഗ്രഹങ്ങൾ സ്പേസ് എക്സിൻ്റെ സഹായത്തോടെ വിജയകരമായി വിക്ഷേപിച്ചത്? പിക്സൽ എന്ന കമ്പനിയാണ്. ബംഗളൂരു ആസ്ഥാനമായ ഏത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് 3 ഹൈ റെസല്യൂഷൻ ഹൈപ്പർ സ്പെക്ട്രൽ ഉപഗ്രഹങ്ങൾ സ്പേസ് എക്സിൻ്റെ സഹായത്തോടെ വിജയകരമായി വിക്ഷേപിച്ചത്? പിക്സൽ. ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഹരിവരാസനം പുരസ്കാരം എല്ലാ കൊല്ലത്തും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം എൻറ്റിറ്റി ലോക്കർ. സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് എൻറ്റിറ്റി ലോക്കർ. 2023 കേന്ദ്ര ബഡ്ജറ്റിലാണ് ഇത് പ്രഖ്യാപിച്ചിരുന്നത്. നികുതി റിട്ടേൺ, സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയവ ഇതിൽ സൂക്ഷിക്കാം. entry.digilocker.government.in എന്നതാണ് വെബ്സൈറ്റ്. entity.digilocker.government.in. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ് 2ാമത്. 3ാം സ്ഥാനം ആലപ്പുഴയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനും പങ്കിട്ടു. ആലപ്പുഴയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനും 3ാം സ്ഥാനം പങ്കിട്ടു. ആദ്യത്തെ സ്ഥാനം തലശ്ശേരി പോലീസ് സ്റ്റേഷനും 2ാം സ്ഥാനം കൊച്ചി സിറ്റി മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനും. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഡയറക്ടർ ജനറലായി നിയമിതനായത് അസം DGP ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. അസം DGP ആയിട്ടുള്ള ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് CRPFൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റിൻ്റെ ആദ്യ പരീക്ഷണം വിജയകരമായിരുന്നു. എന്താണ് അതിൻ്റെ പേര്? ന്യൂ ഗ്ലെൻ എന്നാണ്. 98 മീറ്റർ ഉയരമുള്ള ഈ റോക്കറ്റ് ഭാഗികമായി പുനരുപയോഗിക്കാനാകും.
45 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട് ഈ റോക്കറ്റിന്. ന്യൂ ഗ്ലെൻ എന്നാണ് ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റിൻ്റെ പേര്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. CRPFൻ്റെ പുതിയ DGP, അതുപോലെ തന്നെ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റിൻ്റെ പേര്, ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്, അതുപോലെ NDT ലോക്കർ എന്ന പുതിയ സംവിധാനം, അങ്ങനത്തെ കുറച്ച് ഭാർഗവാസ്ത്ര, അതുപോലെ നാഗ് MK2 എന്ന മിസൈൽ, ഇങ്ങനത്തെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.